വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ കൺമണി. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ വരും, അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതും കൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഇനി ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കിട്ടത്തുള്ളൂ. എന്നാൽ നമുക്കിനി വീഡിയോയിലേക്ക് കടന്നാലോ. ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഞാൻ ആ ഒരു പ്രൊഡക്റ്റിന്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നേ. പിന്നെ കുറെ നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ അതിന്റെ വീഡിയോ ഒന്നും ഇടാതായപ്പോഴത്തേക്കിനും എന്റെ കമന്റ് ബോക്സിലായിക്കോട്ടെ മെസ്സേജ് ആയിട്ടായിക്കോട്ടെ കുറേ ചോദ്യങ്ങൾ വരുന്നുണ്ടായിരുന്നു. ചേച്ചി ഇപ്പോഴും ആ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ടോ, അതെങ്ങനെ ഉണ്ട്, വർക്കിംഗ് ആണോ, നല്ലതാണോ, അങ്ങനെ കുറേയേറെ ചോദ്യങ്ങൾ കമന്റ് ആയിട്ടും അല്ലാതെ മെസ്സേജ് ആയിട്ടും വരാറുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാന്ന് വിചാരിച്ചു. വേറൊന്നും അല്ല, ഈ ഒരു ക്രീമാണ് കേട്ടോ. ഇത് ഫേസ് വിന്നിന്റെ ക്രീമാണ്. ഇത് ഞാൻ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് എറണാകുളത്ത് ജോലിക്ക് നിന്ന സമയത്താണ്. ആ ഒരു ടൈമിൽ ചേച്ചിയാണ് ഇത് ഫസ്റ്റ് യൂസ് ചെയ്ത് തുടങ്ങിയത്. എന്നിട്ട് എന്നോട് പറഞ്ഞ് നീ ഉപയോഗിച്ച് നോക്ക്, നല്ലതാ, പിമ്പിൾസ് വന്ന മാർക്കൊക്കെ ഉണ്ടെങ്കിൽ അത് പോവും, സ്കിന്ന് ക്ലിയർ ആവും, നീ ഒന്ന് ഉപയോഗിച്ച് നോക്കുന്നത്. അന്നാണ് ഫസ്റ്റ് ആയിട്ട് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങി യൂസ് ചെയ്യാൻ തുടങ്ങിയത്. അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് ഞങ്ങൾക്ക് ആ ഒരു പ്രൊഡക്റ്റ് തരുന്നത് ഒരു ചേട്ടനാണ്. ആ ചേട്ടന്റെ കയ്യിൽ നിന്ന് എനിക്ക് തോന്നുന്നു അന്ന് മുതൽ ഇന്ന് വരെ മുടങ്ങാതെ ഈ ഒരു ക്രീം വാങ്ങുന്നത് ഞാനായിരിക്കുമെന്ന്. കാരണം നേരത്തെ എപ്പോഴും ഒരു ഷോർട്ട് വീഡിയോയ്ക്ക് അത് ഞാൻ ഉപയോഗിച്ചിട്ടുള്ള ഈ ഒരു ക്രീം ഇല്ലാത്ത ബോട്ടിൽസ് കുറേ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും അവിടെ ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ ബോട്ടിൽസ് കാണും. കാരണം ഞാൻ ഇത് അതുപോലെ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ എറണാകുളത്ത് ഞാൻ നിന്നത് ഒരു 7 വർഷത്തിന് മേളിലായിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു 7 വർഷമൊക്കെ ആയിട്ടുണ്ടായിരിക്കും എറണാകുളത്ത് ജോലിക്ക് നിന്ന സമയത്ത്. അപ്പോൾ ഓർത്തോണം അത്രയും വർഷമായിട്ട് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അന്ന് ഞാൻ ഉപയോഗിച്ചതിൽ നിന്നും വ്യത്യാസമായിട്ടായിരുന്നു ഇപ്പൊ ഞാൻ ഉപയോഗിക്കുന്നത്. വേറൊന്നും അല്ല, ആദ്യമായിട്ട് ഇത് തേച്ച സമയത്ത് ഡെയിലി നൈറ്റ് തേക്കുമായിരുന്നു. ഇപ്പൊ എന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ 2 ദിവസം, ചിലപ്പം 2 ദിവസം ഇടവിട്ട്, ചിലപ്പോൾ 1 ദിവസം ഇടവിട്ട്, അങ്ങനെയൊക്കെയാണ് കേട്ടോ ഈ ഒരു ക്രീം ഇപ്പൊ ഞാൻ യൂസ് ചെയ്യാറ്. എനിക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ. സ്കിന്ന് ക്ലിയർ ആവാനും കുറച്ച് ബ്രൈറ്റ് ആവാനും ഒക്കെ എന്നെ ഹെൽപ്പ് ചെയ്തൊരു പ്രൊഡക്റ്റ് ആണിത്. പിന്നെ എന്റെ നേരത്തെ മുതലേ ഉള്ള വീഡിയോസ് കാണുന്നവർക്കാണെങ്കിൽ അറിയായിരിക്കും, ഞാനിപ്പോൾ ഏതൊരു പ്രൊഡക്റ്റിന്റെ റിവ്യൂ ചെയ്യുവാണെങ്കിലും അത് ഉപയോഗിച്ച് നോക്കിയിട്ടായിരിക്കും ഞാൻ അതിന്റെ റിവ്യൂ പറയുന്നത്. ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് അത് കൊള്ളാമെങ്കിൽ മാത്രമേ ഞാൻ കൊള്ളാന്ന് പറയത്തുള്ളൂ, ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ കൊള്ളത്തില്ല എന്ന് പറയും. അങ്ങനെ പറഞ്ഞിട്ടുള്ള വീഡിയോസും ഉണ്ട്. കുറെ ബ്യൂട്ടി പ്രൊഡക്ട്സ് വാങ്ങിച്ചിട്ട് കൊള്ളത്തില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന രീതിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതും ആ ഒരു പ്രൊഡക്റ്റ് കൊള്ളത്തില്ല എന്നല്ല, എനിക്ക് ഉപയോഗിച്ചിട്ട് എനിക്കത് ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ എനിക്കത് സ്യൂട്ട് ആയില്ല എന്നുള്ള രീതിയിൽ ഞാൻ കുറെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുപോലെ എനിക്ക് ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റ് ഞാൻ ഉപയോഗിച്ച് നോക്കി എനിക്ക് റിസൾട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാറുള്ളൂ. അപ്പൊ അതുപോലെ തന്നെയാണ് ഇതും ഞാൻ ഒരു മനുഷ്യനോടും നിങ്ങൾ വാങ്ങിക്കുന്നു പറഞ്ഞ് ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല. ഇപ്പൊ തന്നെ കുറെ കമന്റ്സും കുറെ മെസ്സേജും വന്നുകൊണ്ട് മാത്രമാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അന്നും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല ഇത് നിങ്ങൾ വാങ്ങിച്ചേ ഒക്കത്തുള്ളൂ, നിങ്ങൾ വാങ്ങിക്കുന്ന്. ഇപ്പോഴും ഞാൻ പറയുന്നില്ല നിങ്ങൾ വാങ്ങിച്ചേ ഒക്കത്തുള്ളൂ, നിങ്ങൾ വാങ്ങിക്കുന്ന്. ഞാൻ പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടി. അത് മാത്രമാണ് ഞാൻ അന്നും പറഞ്ഞിട്ടുള്ളത്, ഇന്നും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ചിലർക്ക് ചിലപ്പം സ്യൂട്ട് ആവാതിരിക്കാം, അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. പലരുടെയും പല സ്കിൻ ടൈപ്പ് ആണല്ലോ. അതിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ ഒരു പ്രൊഡക്റ്റ് അല്ല, വേറെ എന്ത് പ്രൊഡക്റ്റ് തന്നെ ആയിക്കോട്ടെ, നിങ്ങൾ ആദ്യമായിട്ട് ഉപയോഗിക്കുമ്പോഴത്തേക്കിനും ജസ്റ്റ് ഫേസിൽ ഇടാതെ ഒന്ന് പാറ്റസ് ചെയ്ത് നോക്കണം. കയ്യിലോ എവിടെയെങ്കിലും ഒരു 2 ദിവസം ഒന്ന് ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും ഇറിറ്റേഷനോ അലർജിയോ വരുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്തിട്ടേ നിങ്ങളത് സ്കിന്നിൽ, അതായത് ഫേസിൽ തേക്കാവൂ. കാരണം നമ്മുടെ ഫേസിൽ പെട്ടെന്ന് എന്തെങ്കിലും അലർജറ്റിക് ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് പിമ്പിൾസ് കാര്യങ്ങളൊക്കെ വരും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരു പ്രൊഡക്റ്റ് ആദ്യമായിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നേരിട്ട് ഫേസിൽ തന്നെ തേക്കാതെ ജസ്റ്റ് ഒന്ന് അത് നമുക്ക് സ്യൂട്ട് ആവുമോ എന്നൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. അതിപ്പോ ഈ ഒരു ക്രീം അല്ല, എന്തോ ആയിക്കോട്ടെ. പിന്നെ നിങ്ങൾക്ക് എന്റെ അക്കൗണ്ട് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഞാൻ ഒരു വൈറ്റനിങ് ക്രീമും ഇതുവരെ പ്രൊമോട്ട് ചെയ്തിട്ടില്ല. ഇത് ഞാൻ അന്ന് മുതൽ ഇന്ന് വരെ ഉപയോഗിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഈ ഒരു ക്രീമിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാല്, ഇപ്പോഴും ഈ ഒരു ക്രീം എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് അറിയാത്ത ആൾക്കാരുണ്ട്. അത് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, എനിക്കറിയാവുന്ന ഒരാൾ തന്നെ ഇത് ഉപയോഗിച്ചിട്ട് സ്കിന്നിന് കുറച്ച് പ്രശ്നം വന്നിട്ടുണ്ട്. അതിന്റെ കാരണം വേറൊന്നുമല്ല, ഇതെന്ന് പറഞ്ഞാൽ നൈറ്റ് ക്രീമാണ് കേട്ടോ. നമ്മൾ നൈറ്റിൽ തേക്കേണ്ട ക്രീമാണ്. അതായത് ഇപ്പൊ നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് ഇത് തേച്ചിട്ട് കിടന്നുറങ്ങണം. അല്ലാതെ ഇതും തേച്ചിട്ട് നമ്മൾ വെയിലത്ത് പോവാനോ ഒന്നും പാടില്ല. അതായത് രാത്രി തേച്ചിട്ട് രാവിലെ കഴുകി കളഞ്ഞിട്ട് നമുക്ക് എത്ര വേണേലും വെയിൽ കൊള്ളാം, ഒരു പ്രശ്നവും ഇല്ല. പക്ഷെ
ഇത് രാവിലെ തേച്ചിട്ട് അങ്ങനെ തന്നെ വെയിലത്ത് പോകാൻ പാടില്ല എന്നാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. രാത്രി തേച്ച് കിടന്നുറങ്ങി രാവിലെ എണീച്ചിട്ട് ഫേസ് കഴുകിയിട്ട് നമുക്ക് എവിടെ വേണേലും പോവാം. പക്ഷേ ആ സ്കിന്നിന് ഇഷ്യൂ വന്ന ആള് എന്താ ചെയ്തതെന്നറിയോ? ഈ ഒരു ക്രീം രാവിലെ തേച്ചിട്ട് വെയിലത്ത് പോയി. അതിപ്പോ നൈറ്റ് ക്രീം രാവിലെ തേച്ച് വെയിലത്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിനെ അത് ഡാമേജ് ആക്കും. അങ്ങനെ ഡാമേജ് ആക്കി അങ്ങനെ ഒരു ഇഷ്യൂ എനിക്കറിയാം. അതുകൊണ്ട് നിങ്ങൾ ഇത് വാങ്ങാൻ പ്ലാൻ ഉള്ളവരാണെങ്കിലും അഥവാ വാങ്ങി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിലും ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ട ആ രീതിയിൽ തന്നെ നിങ്ങൾ ഉപയോഗിക്കുക. പിന്നെ ഇത് യൂസ് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും ഇതിന്റെ സൈഡിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ വേറെ കുറെ ആൾക്കാർ കുറച്ച് സംശയം ചോദിക്കാറുണ്ട്, ഈ ഒരു ക്രീം യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മോർണിംഗിൽ നമുക്ക് സ്കിൻ കെയർ യൂസ് ചെയ്യുന്ന ക്രീമുകളില്ലേ, ആ ഒരു സ്കിൻ കെയർ ക്രീമുകളൊക്കെ ഉപയോഗിക്കാൻ പറ്റുമെന്ന്. ഇത് നൈറ്റ് നമ്മൾ ഈ ഒരു ക്രീം ഇട്ട് കഴിഞ്ഞാൽ രാവിലെ നമുക്ക് സെറവോ ടോണറോ മോയ്സ്ചറൈസറോ സൺസ്ക്രീനോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. നിങ്ങൾ എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ തന്നെ കാണുന്നതല്ലേ, അതിൽ ഞാൻ എന്തോരം സ്കിൻ കെയർ പ്രോഡക്ട്സ് ആണ് യൂസ് ചെയ്യുന്നത്. നൈറ്റ് ഇതാ ഈ ഒരു ഫേസ് വിന്നിന്റെ ക്രീം ഇട്ടിട്ടാണ് പിറ്റേ ദിവസമൊക്കെ ഞാൻ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴത്തേക്കിനും ഈ ഉള്ള സ്കിൻ കെയർ പ്രോഡക്റ്റ് ഒക്കെ യൂസ് ചെയ്യുന്നത്. അതിനൊന്നും യാതൊരു കുഴപ്പമില്ല. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രാത്രി തേക്കേണ്ട ഈ ഒരു പ്രോഡക്റ്റ് രാവിലെ തേച്ചുകൊണ്ട് പോവാതിരിക്കുക, അതൊക്കെ ശ്രദ്ധിച്ചാൽ മതി. അല്ലാതെ വേറൊരു കുഴപ്പങ്ങളും ഇല്ല. ഇപ്പോഴും ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ. ഇത് ഇപ്പൊ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ബോട്ടിലാണ്. ഇത് തീരാറായി. അത് കഴിഞ്ഞപ്പോൾ തീരുന്നതിന് മുമ്പ് ഞാൻ അടുത്ത ബോട്ടിലും ഓർഡർ ചെയ്ത് വാങ്ങിച്ചിട്ടുണ്ട്. സംഭവം അത് ഇന്നാണ് കേട്ടോ എൻ്റെ കയ്യിൽ കിട്ടിയത്. ഇപ്പൊ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ഉപയോഗിക്കാറില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഇത്ര വർഷം കൊണ്ട് ഞാൻ ഈ ഒരു ക്രീം ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ 2 ദിവസം ഇടവിട്ട് 1 ദിവസം ഇടവിട്ട് അങ്ങനെയാണ് കേട്ടോ ഞാൻ ഈ ഒരു ക്രീം തേക്കുന്നത്. ഇപ്പൊ നിങ്ങളാണെങ്കിൽ കൂടി ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് ഒരു കുറെ നാളൊക്കെ കഴിഞ്ഞ് നമുക്ക് സ്കിന്നിന് ഒരു ബ്രൈറ്റ്നെസ് ഒക്കെ വന്നു കഴിയുമ്പോഴത്തേക്കിനും അത് ആഴ്ച 2 ദിവസം അല്ലെങ്കിൽ 1 ദിവസം ഇടവിട്ട് 2 ദിവസം ഇടവിട്ട് അങ്ങനെ ഉപയോഗിച്ചാൽ മതി കേട്ടോ. അതാ നിങ്ങൾക്ക് എൻ്റെ സ്കിന്ന് കണ്ടാൽ അറിയായിരിക്കും, കുറച്ച് ക്ലിയർ ആയി, കുറച്ചല്ല അത്യാവശ്യം നല്ലതായിട്ട് ക്ലിയർ ആയിട്ടിരിക്കുക. എൻ്റെ സ്കിന്നിലാണെങ്കിൽ പിമ്പിൾസ് വന്ന മാർക്കോ അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ല. അതിന് എന്നെ കൂടുതൽ ഹെൽപ്പ് ചെയ്തത് ഈ ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ. പിന്നെ പിമ്പിൾസ് വരാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ട സ്കിൻ കെയർ നമ്മൾ പ്രോപ്പറായിട്ട് സ്കിൻ കെയർ ചെയ്തിരിക്കണം. ഇപ്പൊ ഞാൻ സ്കിൻ കെയർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ സ്കിന്നിൽ പിമ്പിൾസ് വരുവേ. അങ്ങനെ വരുന്ന മാർക്കുകളൊക്കെ മാറ്റാനായിട്ട് ഇത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ വീണ്ടും പറയാണ്, പലരുടെയും പല സ്കിൻ ടൈപ്പ് ആണ്. അപ്പൊ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആണോ അല്ലയോ എന്ന് നോക്കിയിട്ട് വേണം ഇതെന്നല്ല ഏതൊരു പ്രൊഡക്റ്റ് ആണെങ്കിലും ഉപയോഗിക്കാനായിട്ട്. ഇപ്പൊ ഞാൻ ഇതിന്റെ കാര്യം പറഞ്ഞാൽ ഞാൻ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് കേട്ടോ. പിന്നെ വേറൊരു ലിപ് ബാം കൂടെ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താവേ. ഇത് ഈ ഒരു ഫേസ് വിന്നിന്റെ കൂടെ തന്നെ അവര് നാച്ചുറലായിട്ട് ഉണ്ടാക്കുന്ന ഒരു ലിപ് ബാം ആണ് കേട്ടോ. ഈ ഒരു ബോട്ടിലാണ് വരുന്നത്. ഇത് നേരത്തെ ഞാൻ കുറെ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കുറെ ആയിട്ട് ഈ ഒരു ലിപ് ബാം വാങ്ങിക്കുന്നുണ്ടായിരുന്നില്ല. കാരണം വേറെ ഇപ്പൊ നമ്മൾ ഓരോരോ പ്രൊഡക്റ്റ് മാറി മാറി യൂസ് ചെയ്ത് അത് നല്ലതാണോ അല്ലയോ എന്ന് നോക്കിയിട്ടായിരിക്കല്ലോ നിങ്ങളോട് പറയുന്നത്. അങ്ങനെ ഞാൻ കുറെ ലിപ് ബാമും ലിപ്സ്റ്റിക്കും ഒക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് ഇതങ്ങനെ വാങ്ങാറില്ലായിരുന്നു. വീണ്ടും ഞാനിപ്പോൾ വാങ്ങിച്ചിട്ടുണ്ട്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പൊ പല പല ലിപ്സ്റ്റിക് ആണെങ്കിലും ഉപയോഗിച്ച് ചുണ്ട് ഭയങ്കരമായിട്ട് ഡാർക്ക് ആവാൻ തുടങ്ങി. അപ്പം എനിക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ലിപ് ബാം ഉപയോഗിക്കണമെന്ന് ഒരു മൈൻഡ് വന്നപ്പോഴത്തേക്കിനും ഞാൻ ഈ ഒരു ലിപ് ബാം ആണ് കേട്ടോ വാങ്ങിയത്. നല്ല അടിപൊളി മണമാണ്. നമ്മുടെ ഡ്രൈ ലിപ്പൊക്കെ മാറാനായിട്ട് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ ഈ ഒരു ലിപ് ബാം. നല്ല ഓയിലി ആയിട്ടിരിക്കുന്ന ലിപ് ബാം ആണ് കേട്ടോ. അപ്പൊ നമ്മൾ ഒരു ലിപ്സ്റ്റിക് ഇടുവാണെങ്കിലും ഫസ്റ്റ് ലിപ് ബാം ഇട്ടതിന് ശേഷം മാത്രമേ ലിപ്സ്റ്റിക് ഇടാവൂ. ഇല്ലെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ നമ്മുടെ ലിപ്പ് ഡാർക്ക് ആവും. കാരണം പല ബ്രാൻഡിലുള്ള പല ടൈപ്പിലുള്ള ലിപ്സ്റ്റിക്കുകളായിരിക്കുമല്ലോ. അപ്പൊ അത് നമ്മുടെ ലിപ്പിനെ ഭയങ്കര ഡാമേജ് ആക്കാൻ കാരണമാവും. അതുകൊണ്ട് നല്ലൊരു ലിപ് ബാം സെലക്ട് ചെയ്തിട്ട് അതും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലിപ്പിന്റെ ഡാർക്ക്നെസ്സും ഒക്കെ മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇത് നല്ലൊരു ലിപ് ബാം ആണ് കേട്ടോ. പിന്നെ വേറൊരു കാര്യം നിങ്ങളോട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഈ ഒരു ഫേസ് വിന്നിന്റെ തന്നെ കുറേ ഫേക്ക് പ്രൊഡക്റ്റ് ഇറങ്ങുന്നുണ്ട്. അതായത് ഫ്ലിപ്കാർട്ടിലായിക്കോട്ടെ മീഷോയിലായിക്കോട്ടെ ഒക്കെ കുറേ ഫേക്ക് പ്രൊഡക്ട്സ് ഉണ്ട്. അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലും കുറേ ഫേക്ക് അക്കൗണ്ട്സ് ഉണ്ട് ഇതുപോലെ ഫേസ് വിന്ന് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ വാങ്ങുന്ന ഏത് ആളുടെ കയ്യിൽ നിന്നാണെന്നുള്ള അവരുടെ നമ്പരും ഡീറ്റെയിൽസും ഒക്കെ ഞാൻ ഇവിടെ കൊടുത്തേക്കാം. നിങ്ങൾക്ക് അഥവാ വാങ്ങണമെന്നുണ്ടെങ്കിൽ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. കാരണം ഫേക്ക് പ്രൊഡക്ട്സ് വാങ്ങിച്ചിട്ട് എന്തെങ്കിലും ഡാമേജ് ആയി സ്കിന്ന് ഡാമേജ് ആയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പം ഞാൻ ആരുടെ കയ്യിൽ നിന്നാണോ വാങ്ങുന്നത് അവരുടെ നമ്പർ ഞാൻ ഇവിടെ കൊടുത്തേക്കാം. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നതാണ് വരെ എല്ലാവർക്കും ബൈ ബൈ.